സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വീടിന്റെ വാസ്തു ശരിയായിരിക്കുക എന്നുള്ളത് നല്ലൊരു ജീവിതത്തിനും സമാധാനപൂർണമായ അന്തരീക്ഷത്തിനും അത്യന്താപേക്ഷിതമാണ്. ഇത് അറിയാത്തവരായിരിക്കാം പലരും. പക്ഷേ ചിലർക്ക് വാസ്തുവിനെ കുറിച്ച് ചില ധാരണകളും അറിവുകളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾക്കും വാസ്തു ഒരു പ്രധാന വില്ലനായിരിക്കും. വാസ്തു അനുകൂലമായ ഒരു ചുറ്റുപാടിൽ കഴിയുന്ന ആളുകൾക്ക് മനസമാധാനം, സാമ്പത്തിക ഉന്നതി, ആരോഗ്യ രംഗത്ത് അനുകൂലമായ സ്ഥിതിവിശേഷം, പരിപൂർണമായ ആരോഗ്യം ലഭിക്കുക, കുടുംബബന്ധം സന്തോഷകരവും സമാധാനവുമായി മുന്നോട്ട് പോകുക എന്നുള്ള കാര്യങ്ങളുണ്ട്. വാസ്തു വളരെ മോശമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ, അതായത് വാസ്തു തെറ്റിക്കിടക്കുന്ന ഒരു വീടാണെങ്കിൽ അവിടെ എല്ലാവിധ ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കടക്കെണി, ഇതൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് വീടിന്റെ ഓരോ സ്ഥലവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിനനുസരിച്ചുള്ള നിർമ്മിതികൾ അതൊക്കെ വീടിന്റെ ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ കാരണമാകുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരും. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് സശ്രദ്ധം വീക്ഷിച്ച് നിങ്ങൾ അതിനുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകും. കടബാധ്യത ഇല്ലാതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കന്നിമൂല. കന്നിമൂല എന്ന് പറയുന്ന ഭാഗം, അതിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നുപോയാൽ അത് ജീവിതം തന്നെ ദുസ്സഹമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. വളരെ അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്നതിനും ജീവിതത്തിലെ ഉയർച്ചകൾ ലഭിക്കുന്നതിനും രോഗദുരിതങ്ങളില്ലാതെയും, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, അത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒന്നാണ് കന്നിമൂലയിലെ ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. കുടുംബത്തിന്റെ ഐശ്വര്യം മുഴുവനായി തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് കന്നിമൂലയിൽ ഉണ്ടാകുന്ന ചില ദുഷ്പ്രവണതകൾ. അതുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഉയർച്ചകൾ നേടാൻ വീടിന്റെ വാസ്തു അനുകൂലമായിരിക്കുന്ന സമയം, അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ജീവിതം തിരികെ പിടിക്കുന്നതിനും ഉയരത്തിൽ എത്തിക്കുന്നതിനും വാസ്തു വളരെയധികം അനുകൂലമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കറിയാം. കന്നിമൂലയിൽ ഈ കാര്യങ്ങൾ അവഗണിക്കുക, ഒഴിവാക്കുക. അതിലൂടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും. പ്രത്യേകമായി എടുത്തു പറയേണ്ടത് കന്നിമൂലയിലുള്ള അടുക്കളയുടെ സാന്നിധ്യം. കന്നിമൂലയിൽ അടുക്കള ഒരു കാരണവശാലും സ്ഥാപിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള നിർമ്മിതി ഉണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടെങ്കിൽ വീടിന്റെ അവസ്ഥയിൽ വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വീട്ടിൽ കന്നിമൂലയിൽ, അതായത് തെക്ക് പടിഞ്ഞാറേ ദിശയിൽ അടുക്കള ഉണ്ടെങ്കിൽ അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം, തീയുടെ സാന്നിധ്യം, ഇത് രണ്ടും ഈ ഭാഗത്ത് നിന്ന് മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലുള്ള അടുക്കളയുടെ സാന്നിധ്യം വളരെയധികം ദോഷങ്ങൾ വിളിച്ചു വരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അതായത് കുടുംബത്തിന്റെ സ്വസ്ഥത, സമാധാനം, ഐശ്വര്യം ഇവയൊക്കെ ഇല്ലാതാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് അടുക്കളയുടെ സാന്നിധ്യം തെക്ക് പടിഞ്ഞാറേ മൂല, അതായത് കന്നിമൂലയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുമാത്രമല്ല, വെള്ളത്തിന്റെ സാന്നിധ്യം തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്നത് ദോഷകരമായിട്ടുള്ള ഒട്ടനവധി സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ബാത്റൂം, ശുചിമുറി, കക്കൂസ് ഇവിടെ സാന്നിധ്യം വരുന്നത് വളരെയധികം ദുരിതങ്ങൾ, കടബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വിളിച്ചു വരുത്തുന്ന ഒന്നായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ എവിടെ നിന്ന് ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കക്കൂസിന്റെയും കുളിമുറി, അതുപോലെ ശുചിമുറി ഇവിടെ സാന്നിധ്യം ഇവിടെ നിന്ന് മാറുമ്പോൾ തന്നെ വെള്ളത്തിന്റെ സാന്നിധ്യം, അതായത് അശുദ്ധമായ വസ്തുക്കൾ, മാലിന്യങ്ങൾ ഒക്കെ ഈ ഭാഗത്ത് അടിഞ്ഞുകൂടുന്നത്, അതായത് അതിന്റെ സാന്നിധ്യം ഈ ഭാഗത്ത് വരുന്നത് തന്നെ വളരെയധികം ദോഷങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് മാറ്റിയാൽ വളരെയധികം ഗുണപരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത്തരത്തിൽ ഉയർച്ചകൾ, നേട്ടങ്ങൾ, സമാധാനപൂർണമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ
തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണേണ്ടത്. അത് പല വീടുകളിലും നമ്മൾ സ്ഥിരമായി കാണുന്ന ഒന്നാണ്. അതിൻ്റെ പ്രാധാന്യം അറിയാതെ ചെയ്യുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെപ്റ്റിക് ടാങ്കിൻ്റെ കക്കൂസ് കുഴി എന്നൊക്കെ പറയുന്ന സെപ്റ്റിക് ടാങ്കിൻ്റെ സാന്നിധ്യം പല ഇടങ്ങളിലും കാണാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കടബാധ്യത, കടക്കിണി ഇതുകൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കണം. അതങ്ങനെ വരുന്ന സ്ഥിതി, അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു കാരണവശാലും കുഴിയുടെ സാന്നിധ്യം, അതായത് ആഴമുള്ള കുഴി ഒരു കാരണവശാലും വരാൻ പാടില്ല. അതുപോലെ തന്നെ അവിടെ കെട്ടിക്കിടക്കുന്ന ജലം, അതായത് ശുദ്ധജലമാണെങ്കിലും നല്ല ജലമാണെങ്കിലും അവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഉണ്ടാകുന്ന ചപ്പുചവറുകൾ. അതുപോലെ ചപ്പുചവറുകൾ, മാലിന്യ കൂമ്പാരം, ഇത്തരം കാര്യങ്ങൾ അവിടെ ഇടുന്നതും വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ, മലിന വസ്തുക്കൾ, ചപ്പുചവറുകൾ, മാലിന്യം, അതുപോലെ തന്നെ വലിച്ചെറിയുന്ന വസ്തുക്കൾ, ഇതൊക്കെ അവിടെ അഴുക്കായി കിടക്കുകയാണെങ്കിൽ അതും ദോഷകരമായി ബാധിക്കും. ആ മണ്ണിനെ, ആ ഭൂമിയെ, താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റുകയും അവിടെ ഇത്തരം ശുചിയായി വൃത്തിയായി വെക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കന്നിമൂലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കരുതേണ്ടത് അവിടെ എന്തെല്ലാം വരണം എന്നുള്ളതാണ്. കന്നിമൂലയിൽ പ്രാധാന്യത്തോടുകൂടി കൽപ്പിക്കുന്ന ഒന്നാണ് അവിടെ വരുന്ന മാസ്റ്റർ ബെഡ്റൂം, പ്രധാന കിടപ്പുമുറി. അവിടെയായിരിക്കണം ദമ്പതികളുടെ സ്ഥാനം, ദമ്പതികളുടെ കിടപ്പുമുറി. ആ കുടുംബത്തിലെ ഗൃഹനാഥയുടെയും മുറി, അല്ലെങ്കിൽ ദമ്പതികൾ, വിവാഹിതരായ ആളുകളുടെ സ്ഥാനം അവിടെയായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ ബന്ധത്തിന് ദൃഢമായ ഒരു ഭാവം ഉണ്ടാകും. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം എല്ലായ്പ്പോഴും ഉണ്ടാകും. അതുമാത്രമല്ല, ധനത്തിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രം കൂടിയാണ് തെക്ക് പടിഞ്ഞാറേ മൂല, അതായത് കന്നിമൂലയിൽ. അവിടെ ധനം സൂക്ഷിച്ചാൽ ധനത്തിന് ഒരു കോട്ടവുമില്ലാതെ അവിടെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കന്നിമൂലയിൽ പ്രാധാന്യത്തോടുകൂടി പെരുമാറുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, ദുരിതങ്ങളൊക്കെ മറികടക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.